ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്റ് ആന്റണീസ് ട്രേഡേഴ്സ് ഇളങ്കുളം. ഒരു സ്റ്റൈലിഷ് ബാത്റൂം ഒരു വീടിൻ്റെ ഭംഗി മാത്രമല്ല, അതിൻ്റെ വാല്യൂം ഉയർത്തും. എങ്കിൽ ആ വാല്യൂ നൽകാൻ തിരഞ്ഞെടുക്കേണ്ട പെർഫെക്റ്റ് ചോയ്സാണ് സെറ. കോട്ടയം ജില്ലയിലെ ഏറ്റവും വിശാലമായ സെറ സ്റ്റൈൽ ഗാലറി, സെറ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറായ സെന്റ് ആന്റണീസ് ട്രേഡേഴ്സിൽ സെറയുടെ ഏറ്റവും വിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ ഡ്രീം ബാത്റൂമിന് വേണ്ട എല്ലാ സെറ ലെക്സ് ഉൽപ്പന്നങ്ങളും ഇനി ഒരേയിടത്ത്. സെറ സ്റ്റൈൽ ഗാലറി, സെന്റ് ആന്റണീസ് ട്രേഡേഴ്സ്, നിയർ SNDP, ഇളംകുളം, കൂരാലി, കോട്ടയം. നമസ്കാരം, ഞാൻ അദ്വൈത്. പ്രധാന വാർത്തകൾ. എട്ടുനോമ്പിനൊരുങ്ങി ദൈവാലയങ്ങൾ. പരിശുദ്ധ മാതാവിൻ്റെ എട്ടുനോമ്പാചരണവും പിറവിത്തിരുന്നാളും സെപ്റ്റംബർ 1 മുതൽ 8 വരെ. മണർകാട് പള്ളിയിലും കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിയിലും ഒരുക്കങ്ങൾ പൂർണ്ണം. ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനം ആഘോഷിച്ചു. നാടെങ്ങും ചതയദിന ആഘോഷയാത്ര. സിഗരറ്റ് കൂടിനുള്ളിൽ ഹാഷിഷ് ഓയിൽ ഒളിപ്പിച്ചു. പൊൻകുന്നം സ്വദേശികളായ 3 യുവാക്കൾ പോലീസ് പിടിയിൽ. പിടികൂടിയത് 3 ഗ്രാമിലധികം നിരോധിത മരുന്ന്. തിരുവാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJPയുടെ നിരാഹാര സമരം. കാഞ്ഞിരം, മലരിക്കൽ, ചെങ്ങളം പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന് ആവശ്യം. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിൽ എട്ടുനോമ്പാചരണവും പരിശുദ്ധ മാതാവിൻ്റെ പിറവിത്തിരുന്നാളും സെപ്റ്റംബർ 1 മുതൽ 8 വരെ ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി പള്ളി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മേജർ ആർക്കി എപ്പിസ്കോപ്പിക്കൽ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിൽ എട്ടുനോമ്പാചരണവും പരിശുദ്ധ മാതാവിന്റെ പിറവി തിരുനാളും ഓഗസ്റ്റ് 31 മുതൽ സെപ്റ്റംബർ 8 വരെ നടക്കും. കാഞ്ഞിരപ്പള്ളി രൂപതയുടെ സുവർണ ജൂബിലി വർഷത്തിലാണ് ഈ വർഷത്തെ എട്ടുനോമ്പ് തിരുനാൾ ആചരിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. 31 വൈകുന്നേരം 4 മണിക്ക് കത്തീഡ്രൽ വികാരി ഫാദർ കുര്യൻ താമരശ്ശേരി കൊടിയേറ്റും. സെപ്റ്റംബർ 1 മുതൽ 8 വരെയുള്ള തീയതികളിൽ രാവിലെ മുതൽ വിവിധ സമയങ്ങളിൽ പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടും. 7-ാം തീയതി വൈകുന്നേരം 4:30 കാഞ്ഞിരപ്പള്ളി രൂപത മുൻ അധ്യക്ഷൻ മാർ മാത്യു അറയ്ക്കൽ ആഘോഷപൂർവമായ പരിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കും. 8-ാം തീയതി വൈകിട്ട് 6-ന് കുരിശടിയിലേക്ക് നടക്കുന്ന പ്രദക്ഷിണത്തിന് ശേഷം കൊടിയിറക്കും. എട്ടുനോമ്പ് ആചരണം ഭക്തിയോടും സുഗമമായും നടത്തുന്നതിനായി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നതായി പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിപുലമായ ക്രമീകരണങ്ങളാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. വിശ്വാസി സമൂഹത്തിന്, ആയിരക്കണക്കിന് വരുന്ന വിശ്വാസി സമൂഹത്തെ സ്വീകരിക്കുവാൻ വളരെ വിപുലമായ സജ്ജീകരണങ്ങളാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. വിശാലമായ പന്തലുകൾ, അതുപോലെ തന്നെ മറ്റെല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ വിശ്വാസികളെ സ്വീകരിക്കുവാൻ പഴയ പള്ളി അങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മാധ്യമങ്ങളോട് തന്നെ അത് അറിയിക്കുവാനുള്ള വിവരങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. വരുന്നവർക്കെല്ലാവർക്കും വളരെ ശാന്തമായി പ്രാർത്ഥിക്കാനും, അതുപോലെ തന്നെ ഈ തിരുനാൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അനുദപിച്ച് പശ്ചാത്തപിച്ച് കുമ്പസാരിക്കാനുള്ള സൗകര്യം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക, അങ്ങനെ തുടർച്ചയായിട്ടുള്ള ആത്മീയമായ ശുശ്രൂഷകളാണ് പഴയ പള്ളി അങ്കണത്തിൽ നടത്തുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും നേർച്ചക്കഞ്ഞി വിതരണമുണ്ട്. രാവിലെ 11 മണിയോടുകൂടിയാണ് നമ്മൾ നേർച്ചക്കഞ്ഞി വിതരണം ആരംഭിക്കുക. 60,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള പന്തലാണ് ഭക്തജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ നിർദ്ദേശിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവൂ. പള്ളിയുടെ മുൻവശത്തും പരിസരങ്ങളിലും ഈരാറ്റുപേട്ട റൂട്ടിൽ നിന്നും KK റോഡിൽ നിന്നും പള്ളിയിലേക്കുള്ള റോഡിൽ കച്ചവടം, പാർക്കിംഗ് എന്നിവ കർശനമായി നിരോധിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ കത്തീഡ്രൽ വികാരി ആർച്ച് പ്രീസ്റ്റ് കുര്യൻ താമരശ്ശേരി, അസിസ്റ്റന്റ് വികാരിമാരായ തോമസ് മുളങ്ങാശ്ശേരി, ഇമ്മാനുവൽ മണിമല, കൈക്കാരന്മാരായ വർക്കി ജോർജ് കരിമ്പനാൽ, ജോസ് കല്ലറയ്ക്കൽ, സാബു സെബാസ്റ്റ്യൻ വടശ്ശേരിൽ, PM ജോസഫ് പണ്ടാരക്കുളം, തിരുനാൾ കൺവീനർ ബിജു പത്യാല, പബ്ലിസിറ്റി കൺവീനർ രഞ്ജു ഉപ്പൂട്ടിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് വിശുദ്ധ മാർത്ത മറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിലെ വിശുദ്ധ ദൈവമാതാവിൻ്റെ എട്ടുനോമ്പ് പെരുന്നാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് നോമ്പാചരണം. 7-ാം തീയതിയാണ് പ്രസിദ്ധമായ നടതുറക്കൽ ചടങ്ങ്. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള
എട്ടുനോമ്പ് പെരുന്നാളിന് സെപ്റ്റംബർ 1 കൊടിയേറും. 31 തീയതി വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥനയോടെ നോമ്പാചരണത്തിന് തുടക്കമാകും. സന്ധ്യാപ്രാർത്ഥനയെ തുടർന്ന് വൈദികരുടെയും കത്തീഡ്രൽ ഭാരവാഹികളുടെയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ കൽക്കുരിശിൽ തിരിതെളിയിക്കും. തുടർന്ന് പെരുന്നാളിനോടനുബന്ധിച്ച് ആരംഭിച്ചിരിക്കുന്ന വിവിധ കൌണ്ടറുകളുടെ ഉദ്ഘാടനവും നടക്കും. ഇലുമിനേഷൻ ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മവും പോലീസ് കൺട്രോൾ റൂമിന്റെ ഉദ്ഘാടനവും ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു നിർവഹിക്കും. കരോട്ടെ പള്ളിയിൽ സെപ്റ്റംബർ 1 മുതൽ 8 വരെ രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാനയും, കത്തീഡ്രലിൽ രാവിലെ 7:30 പ്രഭാത പ്രാർത്ഥനയും, 8:30 വിശുദ്ധ കുർബാനയും, വൈകുന്നേരം 5 സന്ധ്യാപ്രാർത്ഥനയും നടക്കും. സെപ്റ്റംബർ 1 മുതൽ 5 വരെ ഉച്ചയ്ക്ക് 12 മധ്യാഹ്ന പ്രാർത്ഥനയും, രാവിലെ 11 ഉച്ചകഴിഞ്ഞ് 2:30 പ്രസംഗവും നടക്കും. സെപ്റ്റംബർ 1 ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കൊടിമര ഘോഷയാത്രയ്ക്കായി പള്ളിയിൽ നിന്നും പുറപ്പെടും. മണർകാട് കരയിൽ ചിരട്ടേപ്പറമ്പിൽ വർഗീസ് കുരുവിളയുടെ ഭവനാങ്കണത്തിൽ നിന്നും വെട്ടിയെടുക്കുന്ന കൊടിമരം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കത്തീഡ്രലിൽ എത്തിക്കും. വൈകുന്നേരം 4:30 ഡോക്ടർ തോമസ് മോർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്തയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം കൊടിമരം ഉയർത്തും. 2 തീയതി മുതൽ വിവിധ മെത്രാപ്പൊലീത്തമാരുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടും. സെപ്റ്റംബർ 6 പൌരസ്ത്യ സുവിശേഷ സമാജം മെത്രാപ്പൊലീത്തയും പ്രസിഡന്റുമായ മർക്കോസ് മോർ ക്രിസോസ്റ്റമോസിന്റെ പ്രധാന കാർമ്മികത്വത്തിൽ അഞ്ചിന്മേൽ കുർബാന രാവിലെ നടക്കും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കുരിശുപള്ളികളിലേക്കുള്ള ഭക്തിനിർഭരമായ റാസി ഉണ്ടാവും. സെപ്റ്റംബർ 7 യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക മോർ ബസേലിയോസ് ജോസഫ് ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ 3 കുർബാന നടക്കും. 11:30 ഉച്ച നമസ്കാരത്തെ തുടർന്ന് ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നട തുറക്കൽ ശുശ്രൂഷ നടക്കും. തുടർന്ന് കറിനേർച്ചയ്ക്കുള്ള പന്തിരുനാഴി ഘോഷയാത്രയും ഉണ്ടാവും. സെപ്റ്റംബർ മാസം 1 തീയതി മുതൽ 14 തീയതി വരെയാണ് ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. 1 തീയതി മുതൽ 8 തീയതി വരെയാണ് പ്രധാന പെരുന്നാൾ ദിവസങ്ങൾ. ഞാൻ അതിൻ്റെ പ്രോഗ്രാംസ് വളരെ ചുരുക്കത്തിൽ ഒന്ന് അറിയിക്കാം. 31 തീയതി 5 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയോടുകൂടെ പെരുന്നാൾ ചടങ്ങുകൾ ആരംഭിക്കും. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഏകദേശം 6 മണിക്ക് ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയാണ്. അത് നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശ്രീ സാബു മാത്യു IPS അവറുകളാണ് അത് നിർവഹിക്കുന്നത്. അതിനെ തുടർന്ന് പെരുന്നാളിന്റെ വിവിധ ഏകോപനത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ഗവൺമെന്റ് സംവിധാനങ്ങളുടെ വിവിധ ഓഫീസുകൾ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ജൂലൈ മാസം 31 തീയതി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി യോഗം വിളിച്ചിരുന്നു. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സംബന്ധിച്ച എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു. തുടർന്ന് ഈ മാസം 19 തീയതി മണർകാട് പഞ്ചായത്തിൽ വെച്ച് പുതുപ്പള്ളി MLA ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ അവരുടെ അധ്യക്ഷതയിൽ ഒരു അവലോകന യോഗം നടത്തി. പ്രധാന പെരുന്നാൾ ദിനമായ സെപ്റ്റംബർ 8 3 കുർബാനയ്ക്ക് മൈലാപ്പൂർ ഭദ്രാസനാധിപൻ ഐസക് മോർ ഒസ്താത്തിയോസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. അന്നേ ദിവസം വൈകുന്നേരം 3 മണിക്ക് നടക്കുന്ന നേർച്ചവിളമ്പോടെ പെരുന്നാൾ സമാപിക്കും. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ വികാരി കെ കുര്യാക്കോസ് കോർ എപ്പിസ്കോപ്പ കിഴക്കേടത്ത്, സഹവികാരിമാരായ കുര്യാക്കോസ് എബ്രഹാം കോർ എപ്പിസ്കോപ്പ, കുര്യാക്കോസ് കോർ എപ്പിസ്കോപ്പ കാലായിൽ, ജെ മാത്യു മണവത്ത് കോർ എപ്പിസ്കോപ്പ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനം നാടെങ്ങും ആഘോഷിച്ചു. വിവിധ ഗുരുദേവ ക്ഷേത്രങ്ങളുടെ നേതൃത്വത്തിൽ ചതയദിന ഘോഷയാത്ര നടത്തി. കേരളത്തിന്റെ നവോത്ഥാന നായകനും ദാർശനികനുമായ ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനം നാടെങ്ങും വിപുലമായി ആഘോഷിച്ചു. SNDPയുടെ നേതൃത്വത്തിൽ വിവിധ യൂണിറ്റുകളുടെയും ശാഖകളുടെയും ഗുരുദേവ ക്ഷേത്രങ്ങളുടെയും നേതൃത്വത്തിൽ ചതയദിന ഘോഷയാത്ര നടത്തി. രാവിലെ ഗുരുദേവ ക്ഷേത്രങ്ങളിൽ പ്രാർത്ഥനകൾ, ഗുരുപൂജ, സർവമത പ്രാർത്ഥന എന്നിവ നടന്നു. തുടർന്ന് നാടിനെ പീതവർണ്ണത്തിലാഴ്ത്തി ചതയദിന ഘോഷയാത്രയുടെ നടന്നു. പൊൻകുന്നം 1044 നമ്പർ SNDP ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മഹാജയന്തി ശോഭായാത്ര വർണ്ണാഭമായി. മഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ജയന്തി ശോഭയാത്രയിൽ പങ്കുചേർന്നു. ദേവരൂപങ്ങൾ, ഗരുഡൻ പറവ, ചെണ്ടമേളം തുടങ്ങിയവയെല്ലാം ശോഭയാത്രയിൽ പങ്കുചേർന്നു.
ഇതോടൊപ്പം മഹാബലി ചക്രവർത്തിയും ശോഭായാത്രയുടെ ഭാഗമായി. ചിറക്കടവ് പ്ലാവോലിക്കവല 6488 നമ്പർ SNDP ശാഖയുടെ നേതൃത്വത്തിൽ ചതയദിന ഘോഷയാത്ര നടത്തി. ശാഖാ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച് കളമ്പുകാട്ട് കവല, കുമ്പുക്കൽ കവല തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ ചുറ്റിയാണ് ഘോഷയാത്ര നടന്നത്. വാദ്യമേളങ്ങളുടെയും മുത്തുക്കുലകളുടെയും അകമ്പടിയിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഘോഷയാത്രയിൽ പങ്കുചേർന്നു. ശാഖാ സെക്രട്ടറി VP സാബു, ജയൻ കുമ്പുക്കൽ, രാജേഷ്, VP തങ്കപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഹാഷിഷോയിൽ കൈവശം വെച്ചതിന് പൊൻകുന്നത്തിന് പരിസരങ്ങളിലുള്ള 3 യുവാക്കളെ പൊൻകുന്നം പോലീസ് പിടികൂടി. ഇവരിൽ നിന്നും 3 ഗ്രാമിലധികം ഹാഷിഷോയിൽ പിടികൂടി. ഹാഷിഷോയിലുമായി 3 യുവാക്കളെ പൊൻകുന്നം പോലീസ് പിടികൂടി. മാന്ത്ര ചുക്കനാനിയിൽ വീട്ടിൽ ജോബി ജോയ്, മാന്ത്ര നെടുമ്പറമ്പിൽ നിസാം എൻ നൌഷാദ്, പത്താശ്ശേരി പുതുപ്പറമ്പിൽ PT ടിജോ മോൻ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 3.13 ഗ്രാം ഹാഷിഷ് ഓയിൽ കണ്ടെടുത്തു. കഴിഞ്ഞ ദിവസം മാന്ത്ര ഭാഗത്ത് പോലീസ് ചെക്കിംഗ് നടത്തുന്നതിനിടെ സിഗരറ്റ് കൊണ്ടിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ ഹാഷിഷ് ഓയിൽ ഇവരിൽ നിന്നും കണ്ടെടുത്തു. തുടർന്ന് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. തിരുവോണനാളിൽ നിരാഹാരമിരുന്ന് BJP പ്രവർത്തകർ. തിരുവാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലായിരുന്നു സമരം. കാഞ്ഞിരം, മലരിക്കൽ, ചെങ്ങളം പ്രദേശങ്ങളിലെ രൂക്ഷമായ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു നിരാഹാര സമരം. തിരുവോണനാളിൽ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ BJP പ്രവർത്തകരുടെ നിരാഹാരം. മീനച്ചിലാറും കൊടുകാരും സംഗമിച്ച് വേമ്പനാട്ടുകായലിൽ സംയോജിക്കുന്ന ഇടമായ പഴക്കാനിലം കായൽ എക്കലും പോളയും നിറഞ്ഞതുമൂലം കാഞ്ഞിരം, മലരിക്കൽ, വെട്ടിക്കാട്, ഇല്ലിക്കൽ, ചെങ്ങളം പ്രദേശങ്ങളിൽ സ്ഥിരമായുള്ള വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് തിരുവാർപ്പ് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJP നിരാഹാര സമരം നടത്തിയത്. BJP കുമരകം മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രജീവ് നിരാഹാര സമരം ഉദ്ഘാടനം ചെയ്തു. BJP തിരുവാർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് മുരളീകൃഷ്ണൻ, ദീപക് കാഞ്ഞിരം, മുരാരി ഉത്തമൻ, ഷിജോ വണ്ടോപ്പുന്തറ, രാജിമോൾ അമ്പാടിയിൽ, ജിനു രാജേഷ് അമ്പാടിയിൽ, അജേഷ്, സിജു, സലരേഷ്, സനീഷ് തുടങ്ങിയവർ നിരാഹാര സമരത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഗുരുധർമ്മ പ്രചാരണ സഭയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് ചതയദിനാഘോഷം നടത്തി. മുനിസിപ്പൽ ചെയർമാൻ MP സന്തോഷ് കുമാർ ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ഗുരുധർമ്മ പ്രചരണ സഭ കോട്ടയം യൂണിറ്റിന്റെയും ശ്രീനാരായണ പ്രവർത്തക സഹകരണ കൂട്ടായ്മയുടെയും നേതൃത്വത്തിൽ ശ്രീനാരായണ ജയന്തി ദിനാഘോഷം നടത്തി. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ നടന്ന ജയന്തി ദിനാഘോഷം മുനിസിപ്പൽ ചെയർപേഴ്സൺ MP സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നമ്മൾ ഒരു ജാതി ഒരു ദൈവം മനുഷ്യനെ എന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഗുരുധർമ്മ പ്രചരണ സഭയുടെ സെക്രട്ടറിയുണ്ട്. അദ്ദേഹം വിശദമായി സൂചിപ്പിക്കും. ശ്രീനാരായണ ഗുരുദേവന്റെ ജനനത്തിന് ശേഷം അദ്ദേഹം വിദ്യാഭ്യാസം നടത്തി, അദ്ദേഹം ഗുരുവായി മാറി, അദ്ദേഹം സമൂഹത്തിന്റെ ബുദ്ധിമുട്ട് നിറഞ്ഞ സാഹചര്യത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ മനുഷ്യനെ മനുഷ്യനായി കാണാതെ വേർതിരിച്ചു നിർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു ജാതി ഒരു ദൈവം ഒരു മനുഷ്യനെ എന്നുള്ള ചിന്തയുമായി അദ്ദേഹം കടന്നു വന്നത്. അദ്ദേഹത്തിന്റെ ചിന്ത അദ്ദേഹം സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അതിന് വേണ്ട തരത്തിലേക്കുള്ള ചിന്തയും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും ആ തരത്തിലേക്ക് മാറിയപ്പോൾ അത് ഏറ്റെടുത്ത് നടത്തുവാൻ അതിനെ ആ തരത്തിലേക്ക് കാണുവാൻ കേരള സമൂഹം മുമ്പോട്ട് വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചടങ്ങിൽ RP ജയമോൻ സാഗര അധ്യക്ഷനായിരുന്നു. M ഹരികുമാർ, ഷിബു മേലേടം, ജയകുമാർ തിരുനക്കര, S ഗോപകുമാർ, TP പ്രേംജി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കലാകായിക മത്സരങ്ങളും സമൂഹ സദ്യയും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പെയിന്റിംഗ് ജോലികളിലെ ആർട്ട് വർക്ക് കൊണ്ട് ശ്രദ്ധ നേടി ഇളംകുളം സ്വദേശി രാജേഷ് VR. 25 വർഷമായി ഇദ്ദേഹം ഈ രംഗത്തുണ്ട്. പെയിന്റിംഗ് ജോലിയിൽ വേറിട്ട രീതി കൊണ്ടുവന്ന് ശ്രദ്ധ നേടുകയാണ് ഇളംകുളം സ്വദേശി വെള്ളാങ്കാവിൽ രാജേഷ് VR. മ്യൂറൽ പെയിന്റിംഗ്സ്, പോർട്രേറ്റ്സ്, ലൈവ് ഡ്രോയിങ് തുടങ്ങിയവ രാജേഷിന്റെ കൈകളിൽ ഭദ്രമാണ്. ഇളംകുളം ധർമ്മശാസ്ത്ര ക്ഷേത്രം, ഇളംകുളം പള്ളി തുടങ്ങിയ ആരാധനാലയങ്ങളിലും നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലും രാജേഷിന്റെ കലാവിരുതുകൾ കാണാൻ കഴിയും. കോട്ടയം KSS സ്കൂൾ ഓഫ് ആർട്സിൽ നിന്നാണ് ചിത്രകല അഭ്യസിച്ചത്. 25 വർഷമായി പെയിന്റിംഗ് ജോലികളും ആർട്ട് വർക്കുകളും ചെയ്തു വരുന്നു. കൂടുതൽ ചിത്രങ്ങളും മനസ്സിൽ നിന്ന് പകർത്തുന്നവയാണെന്ന് രാജേഷ് പറയുന്നു. പെയിന്റിംഗ് സംബന്ധമായ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട്.
അപ്പം ഏകദേശം സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 വർഷം ആറായി. ഇപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു, കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് ഉണ്ട്. പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്, ലൈവ് ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെയുള്ള വർക്കുകളാണ് കൂടുതലും ഇപ്പോൾ ചെയ്യുന്നത്. അതെ അതെ, നമ്മൾ പിന്നെ മനസ്സിൽ കണ്ട് ചെയ്യുന്നതുകൊണ്ട്, അല്ലാതെ നമ്മൾ കോപ്പി ചെയ്യുന്നതുകൊണ്ട്. 15ഓളം പേർ രാജേഷിനൊപ്പം ജോലി ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. കഥകളിയുടെ അകമ്പടിയോടെ പൊൻകുന്നം സിംസ് ആശുപത്രിയിലെ ഓണാഘോഷം. നാട്യമണ്ഡലം ഗൗരീനന്ദൻ അയച്ച്, നാട്യമണ്ഡലം കൃഷ്ണനന്ദ എന്നിവർ കഥകളി ചുവടുമായി എത്തി. ആശുപത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷങ്ങൾ ആശുപത്രി CEO ലഫ്റ്റനന്റ് കേണൽ ഡോക്ടർ ജോയ് കിഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 8 നോമ്പിനൊരുങ്ങി ദൈവാലയങ്ങൾ. പരിശുദ്ധ മാതാവിൻ്റെ 8 നോമ്പാചരണവും പിറവിത്തിരുന്നാളും സെപ്റ്റംബർ 1 മുതൽ 8 വരെ. മണർകാട് പള്ളിയിലും കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിയിലും ഒരുക്കങ്ങൾ പൂർണ്ണം. ശ്രീനാരായണ ഗുരുദേവന്റെ ജന്മദിനം ആഘോഷിച്ചു. നാടെങ്ങും ചതയദിന ആഘോഷയാത്ര. സിഗരറ്റ് കൂടിനുള്ളിൽ ഹാഷിഷോയിൽ ഒളിപ്പിച്ചു. പൊൻകുന്നം സ്വദേശികളായ 3 യുവാക്കൾ പോലീസ് പിടിയിൽ. പിടികൂടിയത് 3 ഗ്രാമിലധികം നിരോധിത മരുന്ന്. തിരുവാർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ BJPയുടെ നിരാഹാര സമരം. കാഞ്ഞിരം, മലരിക്കൽ, ചെങ്ങളം പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന് ആവശ്യം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.